ചുമ്മാ ബോറടിച്ച് വീട്ടിലിരുന്നപ്പോൾ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും പിന്നെ എന്നെപ്പോലെ വെറുതിരിക്കണ എൻ്റെ സ്വന്തം ബ്രദേഴ്സിനെയും കൂട്ടി അടുത്തുള്ള ബീച്ച് വരെ പോവാം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഈ ഒരു യാത്ര തന്നെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന ഗ്രാമവഴികൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 11 കിലോമീറ്ററും, അതല്ല തൃശ്ശൂരിൽ നിന്നാണ് നിങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 25 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഏങ്ങണ്ടിയൂർ ബോട്ട് ജെട്ടിയിലെത്തും. അവിടെ നിന്ന് ഒരു പോക്കറ്റ് റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് അഴിമുഖം ബീച്ചിലെത്താൻ പറ്റും. പണ്ട് ആരോ പറഞ്ഞൊരു കോട്ട് ഉണ്ടായിരുന്നു, ടു എസ്കേപ്പ് ആൻഡ് സിറ്റ് ക്വയറ്റ്ലി ഓൺ ദ ബീച്ച്, ദാറ്റ്സ് മൈ ഐഡിയ ഓഫ് പാരഡൈസ്. പറഞ്ഞിട്ടുള്ളതിൽ എന്തൊക്കെയോ കാര്യമില്ലേ എന്നൊക്കെ എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. പിന്നെ അഴിമുഖം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നദിമുഖം എന്നാണ്. അതായത് നദിയും സമുദ്രവും കൂടി ചേർന്ന ഒരു ബ്യൂട്ടിഫുൾ സീനറി നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും. ബാക്ക് വാട്ടറിൽ നിന്ന് നല്ല ഫോഴ്സിൽ വെള്ളം വന്ന് അറബിക്കടലിൽ ചേരുന്ന ഒരു സ്ഥലമാണിത്. ഈ തിക്കിൻ്റെ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ നമുക്കൊന്ന് പീസ്ഫുള്ളായിട്ട് മാറിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഐഡിയൽ സ്പോട്ടാണ്. ഇവിടെ വന്ന് അന്വേഷിച്ച് പിടിച്ചപ്പോഴാണ് ഇവിടെയുള്ള ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. മാൻഗ്രൂവ് ഫോറസ്റ്റ്, ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ്, കുടിയേറ്റ പക്ഷികൾ, 1714 ഡച്ച് നിർമ്മിച്ച വില്യം ഫോർട്ട്, ചെറുദ്വീപുകൾ, പൈതൃക ഗ്രാമങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾ മഴയും കൊണ്ട് തിരിച്ച് നേരെ വീട്ടിൽ വന്നു. പിന്നെ കുറച്ച് റീൽസൊക്കെ ചെയ്ത് പിന്നെ ആ ക്ഷീണത്തിൽ അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. അല്ല, തീർത്തു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ കൊല്ലം കൊടൈക്കനാലിൽ പോയപ്പോൾ അന്നപ്പം ഇക്കൊല്ലം കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര വേണം എന്ന് മനസ്സിൽ തീരുമാനിച്ച് ഒന്നും നോക്കില്ല, പിന്നെ നേരെ ഒരു കൊടൈക്കനാൽ ട്രിപ്പായിരുന്നു. പോകുന്ന വഴിക്ക് ചായ മാൻഡേറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അടുത്ത കടയിൽ കയറി ചായ കുടിച്ചു. മസാല ചായ ഞാൻ ഓർഡർ ചെയ്ത്, പിന്നെ നമ്മൾ സുലൈമാനെ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ നേരെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. സാധാരണ എല്ലാ ട്രിപ്പിലും ഈ സമയം ആയിക്കഴിഞ്ഞാൽ ഞാൻ കാറിൽ സ്ഥിരം ഉറങ്ങില്ല പതിവ്. എന്നാൽ ഉറങ്ങാണ്ട് പിടിച്ചു നിർത്തിയ ഒരു ഫാക്ടറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഞാൻ നന്നായി ഒന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഭംഗി ആസ്വദിക്കാണ്ട് എന്താലേ, പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഈ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അന്ന് അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, അങ്ങോട്ട് പോകാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. അയ്യങ്കർ സ്വീറ്റ്സ്, അതാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി സ്വീറ്റ്സിൻ്റെ ഐറ്റംസ് കിട്ടും. ഇവിടെ വന്നപ്പോഴോ കൊതിപ്പിക്കുന്ന ടൈപ്പ് ഇഷ്ടം പോലെ സ്വീറ്റ്സ്. ഇതിൽ നമ്മൾ മേടിച്ചത് ക്രീം ബന്നായിരുന്നു. ക്രീം ബന്നിന് ഇവിടെ ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട്. സാധാ ക്രീം ബന്നല്ല, വായിലിട്ട മെൽറ്റ് ചെയ്ത് പോകണം, അത്രയും ടേസ്റ്റ് ഉള്ളത്. പിന്നെ നമ്മൾ കുറച്ച് നേരം കാറ് പാർക്ക് ചെയ്ത് ഉറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വഴിയിലൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം നടന്ന് കാണുമായിരുന്നു. പിന്നെ മിസ്സായിപ്പോയ ഒരു ഷോട്ടും കൂടി ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് വെച്ച് നമ്മളൊരു ചായക്കടയിൽ കയറി പരിപ്പുവടയും ചായയും ഉഴുന്നുവടയും അങ്ങനെ എല്ലാം കഴിച്ചിരുന്നു. തമിഴ്നാട് പരിപ്പുവട ഞാൻ ആദ്യമായിട്ട് കഴിക്കായിരുന്നു, പക്ഷേ കേരളത്തിലെയും അവിടത്തെയും ഏതാണ്ട് സിമിലർ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാം എന്നായി പ്ലാൻ. പിന്നെ ആ കഫേയുടെ ഏറ്റവും ഹൈലൈറ്റ് ഈ കാണുന്ന ഗാർഡനാണ്. പിന്നെ കുറച്ചു നേരം ഈ കഫേനെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു. മൊത്തത്തിലൊന്ന് കറങ്ങി നടന്ന് കണ്ടു. മേലെയാണ് ഡൈനിങ് ഏരിയ ഒക്കെ. താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഗാർഡനിലേക്കും അതുപോലെ തന്നെ വാഷ്റൂമിലേക്കും പോകാനുള്ള വഴിയാണ്. പ്ലാന്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. ഈ ഒരു ആംബിയൻസിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ത്രില്ലായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ പൂരിയും കറിയും ഓർഡർ ചെയ്തു, ചപ്പാത്തിയും കറിയും ഓർഡർ ചെയ്തു. എന്നാലും എനിക്കിതിലൊന്നും ആയിരുന്നില്ല സംതൃപ്തി വന്നത്. ഈ ഐറ്റംസ് ഒന്നും തന്നെ എൻ്റെ ഫേവറേറ്റ് അല്ലാത്തതുകൊണ്ട് ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാൻ എനിക്ക് വലിയൊരു മനസ്സുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം കൊടൈക്കനാൽ വന്നപ്പോൾ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ആയിരുന്നു ഈ കാണുന്ന ബ്രെഡ് ഓംലെറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഒരു വട്ടയിൽ ഇത് കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അത് ഇപ്രാവശ്യം സാധിച്ചു. കൂക്കൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കൊക്കെ ഹോട്ടൽസൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയേ. അങ്ങനെ കുറേ നേരം സംസാരിച്ച് അവിടെ ഇരുന്നു. സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഗാർഡൻ്റെ ആ ക്ലിപ്സിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയ ഒരു സീനറിയും കൂടി നിങ്ങൾ കാണാനുണ്ട്. ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്തേക്കണേന്ന്.
പിന്നെ കഫേയുടെ അടുത്ത് ബായ് പറഞ്ഞ് നേരെ സ്റ്റേയിലേക്ക് പോവാം എന്നായി. അവിടെ എത്തിയപ്പോൾ നമ്മൾ ആദ്യം വെൽക്കം ചെയ്തത് അവരുടെ ഈ പെറ്റ്സാണ്. ഡോഗ്സിനെ പേടില്ല എന്നെ പോലുള്ളവർക്കും ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്ര വലിയ പേടിയൊന്നും ഉണ്ടായില്ല. ഈ കാണുന്ന ഫോറസ്റ്റിന് നടുവിലുള്ള ഈ സ്റ്റേയുടെ റൂളേഴ്സാണ് ഈ 2-3 പേര്. ഇവിടെയായിരുന്നു ലിവിങ് ഏരിയ. ഇവിടെ തന്നെ ഒരു ബെഡും പിന്നെ ഡൈനിങ് സ്പേസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന വഴി നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഒരു 6-7 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ബെഡ്റൂം ആയിരുന്നു ഇത്. ഇതിന് ചുറ്റും ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. പിന്നെ കുളിച്ച് ഫ്രഷായി നേരെ ഇവരുടെ കുറേ പെറ്റ്സിനും കൂടി കാണാൻ ചെന്നു. പിന്നെ ഗാർഡനിൽ പലതരം റോസസ് ഉണ്ടായി. അതെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. വൈകുന്നേരം ക്യാമ്പ് ഫയറും എല്ലാം ഉണ്ടായി. പക്ഷേ അതൊക്കെ പ്രൈവറ്റ് മൊമെൻറ്റ്സ് ആയതുകൊണ്ട് അതൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്തില്ല. പിന്നെ ചിക്കൻ റൈസ് അവിടുത്തെ മസ്റ്റ് ഹാവ് ആയിട്ടാന്ന് പറഞ്ഞുകൊണ്ട് അതും കഴിച്ച് നമ്മൾ നേരെ യാത്ര തിരിച്ചു. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.